ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് പ്രധാനമായും ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. അതോടൊപ്പം തന്നെ മധുബാല, ഇന്ദ്രൻസ് എന്നിവർ അഭിനയിച്ച ചിന്ന ചിന്ന ആസൈ എന്ന സിനിമയും തിയേറ്ററിലെത്തിയിട്ടുണ്ട്. ചിദംബരം സംവിധാനം ചെയ്ത് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ കളക്ഷൻ റെക്കോർഡ് നിലവിൽ മറ്റൊരു മലയാള സിനിമയ്ക്കും ഇതുവരെയും തകർക്കാനായിട്ടില്ല. ബാലൻ എന്ന സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകൻ ചിദംബരം, അതോടൊപ്പം തന്നെ മറ്റൊരു സംവിധായകനും നിർമ്മാതാവും കൂടിയായ ജിത്തു മാധവനും ചേർന്നാണ്. ചിത്രത്തിൽ ബാലതാരങ്ങളായ ആദിശേഷൻ, മുഹമ്മദ് സിനാൻ, ഫർസാന, ഡോളി ജൂൺ, ചന്തു സലിംകുമാർ, ജീൻ പോൾ ലാൽ, ഗിരീഷ് എടി, ഗണപതി, സാന്ദ്ര ചന്ദ്രൻ എന്നിങ്ങനെ മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ ഉൾപ്പെടെ ക്യാമിയോ റോളിലും എത്തിച്ചേരുന്നുണ്ട്. ഷൈജു ഖാലിദ് സിനിമാറ്റോഗ്രാഫിയും വിവേക് ഹർഷൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു. സുഷിൻ ശ്യാമാണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രി പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർക്കായി സിനിമയുടെ പ്രിവ്യൂ ഷോ സംഘടിപ്പിച്ചിരുന്നു. പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം വന്ന പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് റെഗുലർ ഷോയ്ക്ക് ശേഷവും വന്നിട്ടുള്ളത്. വളരെ മികച്ച കഥ, തിരക്കഥ, മേക്കിംഗ്, വിഷ്വൽ ടെക്നിക്കൽ ടീമിന്റെ മേന്മ, അതുപോലെ തന്നെ നടീനടന്മാരുടെ പെർഫോമൻസ്, സുശീൽ ശ്യാമിന്റെ അതിഗംഭീരമായ സംഗീത സംവിധാനം, അങ്ങനെ എല്ലാം തികഞ്ഞ വളരെ മികച്ച ഒരു ക്ലാസ് പടം. ചുരുക്കി പറഞ്ഞാൽ അതിഗംഭീരമായ ഒരു സിനിമ തന്നെയാണ് ബാലൻ. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരത്തിന് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം കൂടി നേടിക്കൊടുക്കാനാവും എന്ന് കരുതപ്പെടുന്ന സിനിമ. ചിത്രം മലയാളത്തിന് പുറമെ കന്നഡ, തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നിങ്ങനെ മൊത്തം 5 ഭാഷകളായി പാൻ ഇന്ത്യൻ റിലീസായാണ് തിയേറ്ററിലെത്തിയിട്ടുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടുന്ന മറ്റൊരു മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. ഇന്ദ്രൻസ്, മധുബാല, അപർണ ബാലമുരളി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് വർഷ വാസുദേവാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഗോവിന്ദ് വസന്ത. ഫൈസ് സിദ്ദീഖ് ഛായാഗ്രഹണവും റെക്സൺ ജോസഫ് എഡിറ്റിംഗും നിർവഹിക്കുന്നു. വാരണാസിയുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഹൃദയഹാരിയായ കവിത പോലെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ മനോഹാരിത, വൈകാരികത ഒക്കെ തിളങ്ങി നിൽക്കുന്ന വളരെ മികച്ച ചെറിയൊരു സിനിമ ഒടുവിൽ വിതുമ്പലോടെ തിയേറ്ററിൽ വിട്ടിറങ്ങുന്ന പ്രേക്ഷകരിലേക്ക് സിനിമ എത്തിച്ചു എന്നത് തന്നെയാണ് സിനിമയെക്കുറിച്ചുള്ള പ്രധാന പ്ലസ് പോയിന്റ്. ഇന്ന് തിയേറ്ററിലെത്തി ഗംഭീര അഭിപ്രായവും വമ്പം ബുക്കിംഗും നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2. ഹോമി അഡജാനിയ സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് മഡോക്ക് ഫിലിംസ് ആണ്. ഷാഹിദ് കപൂർ, കൃതി സെനോൻ, രശ്മിക മന്ദാന, ടിക്കു തൽസാനിയ എന്നിവരോടൊപ്പം പുൽക്കിത് സാമ്രാട്ട് കാമിയോ റോളിലും അഭിനയിക്കുന്നുണ്ട്. പ്രീതം സംഗീത സംവിധാനം നിർവഹിച്ച ഈ സിനിമയുടെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് ജിയോ സ്റ്റുഡിയോസ് ആണ്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള 150 കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ ബോളിവുഡിന് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം സമ്മാനിക്കും എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ നൽകുന്ന സൂചന. കേരളത്തിൽ ഈ സിനിമയ്ക്ക് വേണ്ടി മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ 1800 ടിക്കറ്റുകളും ബാംഗ്ലൂരിൽ 2200 ടിക്കറ്റുകളുമാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 1500 ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ പൂനെയിൽ ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നത് 12000 ടിക്കറ്റുകളാണ്. അതേസമയം ഈ സിനിമയ്ക്ക് വേണ്ടി മണിക്കൂറിൽ 7000 ടിക്കറ്റാണ് ലക്നൌവിലും ദില്ലിയിലും വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലും കോക്ടെയിൽ 2 വേണ്ടി മികച്ച ബുക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാലൻ, ചിന്ന ചിന്ന ആസൈ എന്നിങ്ങനെ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.